ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഒരു ഓൺ വോയിസിൽ ഗുഡ് മോർണിംഗ് ഒക്കെ വിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ മൊബൈലൊക്കെ ഓൺ ആക്കിയത് കേട്ടോ. പക്ഷേ എങ്കിൽ എൻ്റെ കുരിപ്പ് കറക്റ്റ് സമയത്ത് വന്നിട്ട് മൊബൈൽ ചവിട്ടാനുള്ള തത്രപ്പാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ പയ്യെ നൈസായിട്ട് അവനങ്ങ് ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ രാവിലെ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ പഴം ഏത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് താമസമാണ് എണീറ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് ഭാരത് ബന്ധായതുകൊണ്ട് മോൾക്ക് ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഒരു 8:45 കഴിഞ്ഞപ്പോഴാണ് എണീറ്റ് കേട്ടോ. മമ്മി അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വാഷിംഗ് മെഷീനാണ്, നമ്മൾ തുണി അലക്കാറുണ്ട്. പക്ഷേ എങ്കിൽ മോൾക്ക് യൂണിഫോം ഒക്കെ ഞാൻ കല്ലിലാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കല്ലിടാത്തത് കൊണ്ട് ഞാനൊരു 8 കല്ല് കൂട്ടി വെച്ച് നമ്മുടെ കാറിൻ്റെ ഷീറ്റിലേക്ക് നമ്മൾ കാല് വെക്കുന്ന ആ ഷീറ്റിങ് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ അങ്ങ് അലക്കാൻ തുടങ്ങി കേട്ടോ. അരമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ചെളി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതങ്ങ് സ്വന്തമാക്കി, അലക്കില്ലാത്തൊരു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫുഡ് കൊടുക്കൽ ചടങ്ങാണ് ഇപ്പം നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇതേ കരച്ചിൽ തുടങ്ങും ചെറുക്കൻ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഫുഡ് കണ്ടാൽ കുഞ്ഞിനെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്താണ് ഒരു പഴം തീറ്റിക്കുന്നത് കേട്ടോ. ഇപ്പം ഭയങ്കര കരച്ചില്ല, കാർട്ടൂൺ കണ്ടാലും കരച്ചിലൊന്നും മാറത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ 1 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വയറ്റിലോട്ട് എന്തെങ്കിലും ഫുഡ് പോകണ്ടേ. അങ്ങനെ ആദ്യം തന്നെ ഒരു കാപ്പി എടുത്ത് കുടിക്കാന്ന് വെച്ച് മമ്മി കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ചൂടാക്കി കഴിക്കുന്നതിലോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോട് തന്നെ കാപ്പി എടുത്ത് കുടിച്ചു കേട്ടോ. അതേ മമ്മി അപ്പം ഉണ്ടാക്കുകയാണ്, നമ്മൾ ദോശക്കല്ലിൽ പരത്തുന്ന അപ്പം ഇല്ലേ, അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കറി ഉണ്ടാക്കിക്കോളാം, ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചായ എടുത്തുകൊണ്ട് വന്ന് കാപ്പി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പ്രകൃതി ഭംഗി അങ്ങ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് കാപ്പിയൊക്കെ കുടിക്കാൻ നല്ല വൈബാണ് കേട്ടോ. ആ സമയത്ത് മമ്മി ഇതേ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കറി തട്ടിക്കൂട്ടുവാണ് കേട്ടോ. എൻ്റെ മാതാവേ, തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ, അല്ല വലിയ സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം കറി അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് ഞാൻ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് മുടിയൊന്നും വാരി കെട്ടിയില്ല കേട്ടോ. അങ്ങനെ മുടിയൊക്കെ ഒന്ന് വാരി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങി. അവിടെ പണിക്കാരുണ്ടായിരുന്നു, ഫ്രണ്ടിലത്തെ വീട് പണിതുകൊണ്ടിരിക്കുവായിരുന്നു, പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങിയ ഗ്യാപ്പിൽ ഒരു മുതലൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വാൽ തുറക്കേണ്ട താമസം അപ്പം തന്നെ ചാടിക്കോളും. അങ്ങനെ വേഗം പോയി കറിയൊക്കെ ഒന്ന് നോക്കി കേട്ടോ. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കറിക്ക്. അങ്ങനെ മോളുടെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് അവനൂടെ വന്നപ്പോൾ അവൻ്റെ തലയിലും കുറച്ച് എണ്ണയൊക്കെ പുരട്ടി കേട്ടോ. അങ്ങനെ ആ നിന്ന ഗ്യാപ്പിൽ ഓടി രക്ഷപ്പെട്ടു, ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടോ. പിന്നെ ഞാൻ അവിടെ പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവനെ കുളിപ്പിച്ചിട്ട് ഞാൻ അവനെ ഉറക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോളോട് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്, എക്സാമാണ് അവൾക്ക്. അപ്പോൾ അവനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ സ്കിൻ കെയർ ആണ് കേട്ടോ. ഇന്ന് എണ്ണ തേക്കുന്ന ദിവസമല്ല, ഇന്ന് പാക്ക് ഇടുന്ന ദിവസമാണ്. പക്ഷെ ഞാൻ പാക്കല്ല ഇട്ടത്, ഞാൻ തൈരാണ് ഇട്ടത് കേട്ടോ ഫേസിലോട്ട്. തൈരും കുറച്ച് നാരങ്ങാനീരൂടെ ചേർത്താണ് ഇട്ടോ കേട്ടോ. ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ കൊള്ളാം കേട്ടോ സംഭവം. പക്ഷേ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നാരങ്ങാനീരുള്ളതുകൊണ്ട് ഫേസിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് റൂമിലോട്ട് വന്നപ്പോൾ അവൾക്ക് എന്തോ ഓഫീസിലെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളിതേ പഠിക്കും. അപ്പോൾ അവളെ കുറച്ച് നേരം പഠിപ്പിച്ചിട്ട് ഞാൻ നേരം പോയി മുഖമൊക്കെ കഴുകട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.